യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാര്യം എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ ഇതുപോലൊരു യാത്ര പോയിട്ടാണ് തീർക്കുക. കാര്യം എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സഹിക്കാൻ വയ്യാത്ത പ്രഷറോ ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരെ ബസ് കയറും. കെഎസ്ആർടിസി ബസ് കയറും. ഇതുപോലെ പോവും. എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാനൊരു ഹെഡ്സെറ്റിൽ ഒരു പാട്ടും വെച്ച് സെറ്റ് ചെയ്തിരുന്ന് കേട്ട് കേട്ട് കരഞ്ഞ് കരഞ്ഞ് ഞാൻ തീർക്കും. എങ്ങനെയാ ഞാനത് ഒരു സമയത്ത് എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി സൗഹൃദങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ പെട്ടെന്ന് കയറി വന്നൊരു പുതിയൊരു വ്യക്തി അതെല്ലാം കൂടെ ചവിട്ടി തകർത്ത് പല രീതിക്കാക്കി പോയപ്പോൾ ഉണ്ടായൊരു വിഷമം. ഞാൻ ഇപ്പോൾ യാത്ര പോകുന്ന കോവളത്തേക്കാട്ടോ. എൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാൻ മടിച്ച് ഇപ്രാവശ്യം എൻ്റെ ഫാമിലി മൊത്തമായിട്ടാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരുപാട് അവരെ മിസ് ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നാടാണ്. അവരെന്നെ ഒരുപാട് സമയത്ത് ഇങ്ങനെ അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരുപാട് സങ്കടങ്ങളിൽ അവർ കൂട്ടുനിന്ന് ഇന്ന് അവർ എങ്ങനെയാണോ എന്താണോന്നും ഒന്നും ഞാൻ അവരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴും എനിക്ക് അവരെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അവരെ വിളിക്കണം എന്ന് തോന്നിയില്ല. കാര്യം നമ്മളെ മനസ്സിലാക്കാതെ പോയവരാണെന്നുള്ളൊരു തോന്നലാണോ അത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വിളിച്ചില്ല. അതിങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് ഞാനിവിടെ ഇപ്പുറത്തേക്ക് ഒരു കാര്യം നോക്കി. എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് 2 ട്വിൻസ് ബേബീസാണ്. അവർ കളിക്കുന്നത് കണ്ടു. ഇത് സത്യം പറയല്ലോ, ചെറുപ്പത്തിൽ എന്താണോ നമ്മൾ ആസ്വദിക്കേണ്ടത് അതൊക്കെ ആസ്വദിക്കുക. വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കി കാണാനേ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ചെറുപ്പം എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവരും കൂടെ വണ്ടിയിൽ നിന്ന് ഷൊർണൂർ എത്തിയപ്പോൾ ഇറങ്ങി ഇപ്പോൾ ബൈ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല എവിടുന്നോ ഒരു സങ്കടം വീണ്ടും വന്നുപോയി.